എം.വി. ഗോവിന്ദൻ മാസ്റ്റർ വിചാരിച്ചത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ പിണറായി വിജയനെയും അതുപോലെ ഇദ്ദേഹത്തെയും എം.വി. ഗോവിന്ദനെയും പി ജയരാജനെയും ഒക്കെ പേടിയാണെന്നാണ്. എങ്ങനെങ്കിലും CPM-നെ ഒതുക്കണം, കേസ് രാഷ്ട്രീയമായി നേരിടും. പറഞ്ഞു വരുന്നത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായ റെയ്ഡുകളെക്കുറിച്ചാണ്. ഈ PA മുഹമ്മദ് റിയാസ്, മുൻമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ ഭർത്താവ്, വീണ തൈക്കണ്ടിയുടെ ഭർത്താവ്, ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ വീടുകളിലും ഓഫീസുകളിലുമൊക്കെ ഇന്ന് പരിശോധന നടത്തി. എന്തൊക്കെ കിട്ടി എന്നതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇത് വെറുതെ പോയി നിഖിലിൻ്റെയും അല്ലെങ്കിൽ മറ്റേ വ്യക്തിയുടെയും ഒന്നും വീട്ടിൽ പോയി റെയ്ഡ് ചെയ്തതല്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ മണ്ടന്മാരൊന്നുമല്ല. വഴിയിൽ കൂടെ പോകുന്നവരെയോ CPM-ൻ്റെ പാർട്ടി കമ്മിറ്റി ഓഫീസിലോ അല്ലെങ്കിൽ CPM പ്രവർത്തകരുടെ വീടുകളിലോ ഒക്കെ കയറി റെയ്ഡ് ചെയ്ത് CPM-നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും CPM-ൻ്റെ വളർച്ചയിൽ ഭയമായതുകൊണ്ട് CPM-നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു പരോക്ഷവാദ മുഖമാണ് എം.വി. ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത്. എന്തൊരു മണ്ടത്തരമാണ് ഇദ്ദേഹം വിളിച്ചു പറയുന്നത്. ഇദ്ദേഹത്തിന് എന്തെങ്കിലും പറയണമെങ്കിൽ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം അറ്റ്ലീസ്റ്റ് ഒരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ ഒരു വാർത്തയെങ്കിലും കണ്ട ശേഷം പ്രതികരിക്കണം. CPM-ൻ്റെ ആസ്ഥാനത്തിരുന്ന് ഇങ്ങനെ തള്ളി വിടുന്നത് CPM-നെ എല്ലാവരും ഇപ്പോൾ വാനോളം പുകഴ്ത്തും എന്നുള്ളതാണ്. നേരത്തെ നമ്മളൊരു വാർത്തയിൽ പറഞ്ഞു, കൈരളിയും ദേശാഭിമാനിയും പോലും CPM-ൻ്റെ പല കാര്യങ്ങളും വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ചില കിംവദന്തികൾ പരക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ CPM-കാർ വായിക്കുമായിരിക്കും, എന്നാലും അവരുടെ ആ ഒരു ക്രെഡിബിലിറ്റിയുടെ അംശം എങ്കിലും ഇല്ലാതെയാകില്ലേ എന്നൊരു ധാരണ ആ പത്രങ്ങൾക്കും കൈവന്നിട്ടുണ്ടാകണം, ആ മാധ്യമങ്ങൾക്കും കൈവന്നിട്ടുണ്ടാകണം. കാരണം ഇത് മുഴുവൻ വെറും പടങ്ങളാണ്, ഊതിവീർപ്പിച്ച ബലൂൺ പോലുമല്ല, കാറ്റുപോയ ബലൂണാണ്, കാറ്റുപോയി കീറിപ്പറഞ്ഞ ബലൂണാണ്. ഇനി കാറ്റ് നിറയ്ക്കാനും പറ്റൂല എന്ന അവസ്ഥയിൽ നിൽക്കുന്ന CPM-നെ രാഷ്ട്രീയമായി ഒതുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നു. അവർക്കൊക്കെ രാഷ്ട്രീയമായി പിന്തുണ കൊടുക്കും. വീണ തൈക്കണ്ടിക്ക് രാഷ്ട്രീയമായി പിന്തുണ കൊടുക്കാൻ എത്തിയ കുറേ നേതാക്കൾ വെളിയിൽ ഇരിപ്പുണ്ട്, അവർ AC റൂമിലൊക്കെ ഇരിപ്പുണ്ട്. ഈ വിഷയത്തിൽ എം.വി. ഗോവിന്ദനെയും ചോദ്യം ചെയ്യും എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. അപ്പം അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. മറ്റു പലരും കാലങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വന്നു, ബുദ്ധിമുട്ടേണ്ടി വന്നു, അവരുടെയൊക്കെ കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടായി. ഇനിയിപ്പോൾ എന്ത് രാഷ്ട്രീയ പിന്തുണ കൊടുത്താലും കുറേ CPM-കാർ ഇടപെട്ട് മുദ്രാവാക്യം വിളിക്കുകയോ ബഹളം കൂട്ടുകയോ ഒക്കെ ചെയ്യുമായിരിക്കും. അതല്ലാതെ വലിയ കാര്യമായ ഇടപെടലൊന്നും CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. കാരണം ഈ ഗോവിന്ദൻ മാസ്റ്ററുടെ ഇത്തരം തള്ളുകൾ കേട്ട് തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തങ്ങളുടെ ജീവിതം മുട്ടിപ്പോവും, തങ്ങളുടെ കുട്ടികൾ പട്ടിണിയായി പോവും, തങ്ങളുടെ വീട് പട്ടിണിയായി പോവും, മാതാപിതാക്കൾക്ക് ആരും ഇല്ലാതെയായി പോവും, തങ്ങൾ ജയിലിൽ കിടന്ന് നരകിക്കും എന്നുള്ള സാമാന്യ ബോധ്യമൊക്കെ കേരളത്തിലെ CPM പ്രവർത്തകർക്ക് കൈവന്നിട്ടുണ്ട്. ഇയാൾ പറയുന്നത് കേട്ട് ഈ കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്നത് പോലെ എം.വി. ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ ഓരോന്നിരുന്ന് ആഹ്വാനം ചെയ്യും. ഇവരുടനെ വടിയും കൊടിയും പിടിച്ചുകൊണ്ട് ഇറങ്ങിച്ചെല്ലും, തല്ലി പൊട്ടിക്കാനും മുട്ടയെറിയാനും ഒക്കെ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലും, തല്ല് കൊള്ളാനും തല്ല് കൊടുക്കാനും ഒക്കെ ആയിട്ട്. വീണ വിജയൻ ഇത് കേട്ട്, അല്ലെങ്കിൽ വീണ തൈക്കണ്ടി ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നിച്ചിരിക്കും. പ്രിയപ്പെട്ട എം.വി. ഗോവിന്ദൻ, താങ്കൾ മനസ്സിലാക്കുക, വീണ തൈക്കണ്ടിയുടെ ഡയറിയിൽ അവർ രേഖപ്പെടുത്തിയ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നിന്നാണ് ഇവരുടെയൊക്കെ പേര് കണ്ടുപിടിച്ചത് തന്നെ. അല്ലെങ്കിൽ PA മുഹമ്മദ് റിയാസിൻ്റെ അടുത്ത സുഹൃത്തും അവരുമായിട്ടൊക്കെ ബന്ധം പുലർത്തുന്ന ആളുകളെയൊക്കെ ED ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? അവർക്ക് വേറെ ജോലിയുണ്ട്. വീണ തൈക്കണ്ടിയുടെ ഡയറി പരിശോധിച്ചതിൽ നിന്നാണ് പലതരത്തിലുള്ള ക്രയവിക്രയങ്ങൾ ഇത്തരത്തിൽ നടന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ED പറയുന്നത്. സത്യമായിരിക്കാം, കാരണം ഇവന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വേല വയ്ക്കുന്നവരും പാര വയ്ക്കുന്നവരുമൊക്കെയാണ്. അതുകൊണ്ട് വീണ തൈക്കണ്ടിക്ക് അത് ചെറുപ്പം മുതലേ അറിയാവുന്നത് കൊണ്ട് കൃത്യമായി കാര്യങ്ങൾ എഴുതിയിട്ടു. ആ ഡയറി ED കണ്ടെടുത്തു. ആ ഡയറിയിലാണ് ഇവരുടെ ഈ നിഖിലിൻ്റെയും മറ്റു കൂട്ടരുടെയും ഒക്കെ കാര്യങ്ങൾ എഴുതിയത്. തീർച്ചയായിട്ടും പരിശോധിക്കണം. അവരെ ചോദ്യം ചെയ്യേണ്ടി വന്നാൽ ചോദ്യം ചെയ്യും, അറസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്യും. അതിപ്പോൾ PA മുഹമ്മദ് റിയാസ് ആയാലും ശരി, പിണറായി വിജയനായാലും എം.വി. ഗോവിന്ദനായാലും ആരായാലും ചോദിക്കേണ്ടത് കൃത്യമായി ചോദിക്കുക തന്നെ ചെയ്യും. അത് പകപോക്കലാണ് അല്ലെങ്കിൽ പകപോക്കൽ രാഷ്ട്രീയമാണ് എന്നൊന്നും പറഞ്ഞ് ബഹളം കൂട്ടിയിട്ട് കാര്യമില്ല. ഇന്ത്യ ഭരിക്കുന്ന BJP എന്ന പ്രസ്ഥാനത്തിന് കേരളം ഭരിക്കുന്ന ഈ ഈർക്കിലിൻ്റെ 10-1 മാത്രം അംശമുള്ള, അത് ഇത്തവണ അതുമില്ല, തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന ഈ CPM എന്ന് പറയുന്ന ഈ നൂൽ പ്രസ്ഥാനത്തോട് എന്ത് വിരോധവും പകയും തോന്നാനാണ്? CPM BJPയുടെ എതിരാളിയാണോ? ഒരിക്കലുമല്ല. കേരളത്തിലെ വല്ല മണ്ഡലങ്ങളിലും മത്സരിക്കുമ്പം എതിരാളിയായി നിൽക്കുന്നു എന്നുള്ളതല്ലാതെ കേരളത്തിലെ CPM അല്ലെങ്കിൽ CPM എന്ന പാർട്ടി BJP എന്ന മഹാപ്രസ്ഥാനത്തിന് എന്തെങ്കിലും വെല്ലുവിളി ഉയർത്താൻ പോകുന്ന എന്തെങ്കിലും ഒരു പ്രകടനം ഇന്ത്യയിൽ എവിടെയെങ്കിലും കാഴ്ചവെച്ചിട്ടുണ്ടോ? ഒരിടത്തുമില്ല. ഈ കേരളത്തിൽ ജയിച്ചു, ഭരണത്തിലേറി, അതുകൊണ്ട് പിണറായി വിജയൻ്റെ പേര് ചിലപ്പോൾ അമിത്ഷായ്ക്ക് അറിയാമായിരിക്കും, കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി എന്ന് പറഞ്ഞ്. അല്ലാതെ ഇവർ രണ്ടുപേരും അറിയുക പോലുമില്ല. വി.ഡി. സതീശൻ പറഞ്ഞിട്ടാണ് റെയ്ഡിന് പോയതെന്നാണ് ആദ്യം പറഞ്ഞത്. വി.ഡി. സതീശൻ മോഡിയെ കണ്ടു, പിറ്റേ ദിവസം റെയ്ഡിന് വന്നു. അത് അദ്ദേഹം വി.ഡി. സതീശൻ പരിഹാസ രൂപേണ പറയുന്നുണ്ട്. സതീശൻ പറഞ്ഞൊരു കാര്യമല്ലേ, ആദ്യമായിട്ട് പറഞ്ഞതല്ലേ, ചെയ്തേക്കാം. മോദി ഉടനെ ഫോൺ എടുത്ത് ED ഡയറക്ടറെ വിളിച്ച് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം പരിഹാസ രൂപേണ അത് പറയുന്നുണ്ട്. എം.വി. ഗോവിന്ദൻ മിണ്ടാതിരുന്നാൽ കുറച്ചുനാൾ വല്ല രാഷ്ട്രീയ വനവാസത്തിനും പോയാൽ CPM-ന് ഒരു നേരിയ പ്രതീക്ഷയെങ്കിലുമുണ്ട്. ഇയാളെ പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞിങ്ങനെ ഇറക്കിവിട്ട് ഓരോ തോന്നിയാസങ്ങൾ കാണിപ്പിക്കുമ്പോൾ അവസാനം CPM എന്ന് പറഞ്ഞാൽ ബംഗാളിൽ സംഭവിച്ചതുപോലെ CPM-കാരനാണെന്ന് പറഞ്ഞാൽ ചുവന്ന ഉടുപ്പിട്ട് നടന്നാൽ
നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും.